എല്ലാവർക്കും നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com സ്വർഗക്കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ ചങ്ക് പ്രേക്ഷകരായ ഞങ്ങളുടെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ സ്വർഗക്കാഴ്ചയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിൽ പ്രേക്ഷകരായ നിങ്ങൾക്ക് നല്ല ഊർജം പകരാനായി, ഈ സ്വർഗക്കാഴ്ചകൾക്ക് ശക്തിയും ഊർജവും കൂട്ടാനായിട്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് തേശ്ശേരി സെൻറ് മേരീസ് ചർച്ചിലെ നല്ല കൊച്ചു മിടുക്കന്മാരും മിടുക്കികളുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ സ്വർഗത്തിൽ നമ്മൾ ഈശോടൊപ്പം കളിക്കാനും ചിരിക്കാനും പോവാണ്. ആർ യു റെഡി? എവിടെ ഒരു ചാർജിലല്ലോ. ആർ യു റെഡി? ഈ സ്വർഗത്തിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈശോയെ പാടി സ്തുതിക്കാനും സ്നേഹിക്കാനും പോവാണ്. ഈ സ്വർഗത്തിലെ ഒന്നാമത്തെ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ്? ഈശോയ്ക്ക് സ്തുതി പാടാം. യേശുവിൻ്റെ തോട്ടത്തിലെ മരങ്ങളല്ലോ നമ്മൾ, മരങ്ങളല്ലോ നമ്മൾ. യേശുവിൻ്റെ തോട്ടത്തിലെ മരങ്ങളല്ലോ നമ്മൾ, മരങ്ങളല്ലോ നമ്മൾ. യേശു വന്ന് നോക്കിടുമ്പോൾ ഫലങ്ങൾ നൽകിടേണം, ഫലങ്ങൾ നൽകിടേണം. യേശു വന്ന് നോക്കിടുമ്പോൾ ഫലങ്ങൾ നൽകിടേണം, ഫലങ്ങൾ നൽകിടേണം. ഫലങ്ങളില്ല വൃക്ഷമെല്ലാം ചക് ചക് ചക്. പഠിക്കേ. ഫലങ്ങളില്ല വൃക്ഷമെല്ലാം ചക് ചക് ചക്. ഞാൻ അടുത്തിങ്ങനെ പാടാം. ഫലങ്ങളില്ല വൃക്ഷമെല്ലാം വെട്ടി എരിയും ചൂളയിൽ. പഠിക്കേ. ഫലങ്ങളില്ല വൃക്ഷമെല്ലാം വെട്ടി എരിയും ചൂളയിൽ. ആത്മാവിന്റെ ഫലങ്ങളാലെ നാം നിറഞ്ഞിടേണം, ആത്മാവിന്റെ ഫലങ്ങളാലെ നാം നിറഞ്ഞിടേണം. ലാ 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 ലാ. പഠിക്കേ. സിമ്പിൾ പാട്ടല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഈ സിമ്പിൾ പാട്ടിന് ഒരു സ്റ്റെപ്പൊക്കെ ഇടുമ്പോഴാണ് ഒരു രസമുള്ളൂ. നല്ല ഡാൻസ് ഒക്കെ ചെയ്ത് ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് പഠിക്കാൻ പോവാണ്. ആർ യു റെഡി? യേശുവിൻ്റെ തോട്ടത്തിലെ മരങ്ങളല്ലോ നമ്മൾ, മരങ്ങളല്ലോ നമ്മൾ. ചെയ്തേ. യേശുവിൻ്റെ തോട്ടത്തിലെ മരങ്ങളല്ലോ നമ്മൾ, മരങ്ങളല്ലോ നമ്മൾ. യേശു വന്ന് നോക്കിടുമ്പോൾ ഫലങ്ങൾ നൽകിടേണം, ഫലങ്ങൾ നൽകിടേണം. ചെയ്തേ. യേശു വന്ന് നോക്കിടുമ്പോൾ ഫലങ്ങൾ നൽകിടേണം, ഫലങ്ങൾ നൽകിടേണം. ഫലങ്ങളില്ല വൃക്ഷമെല്ലാം പഠിക്കേ. വൃക്ഷമെല്ലാം ഫലങ്ങളില്ല വൃക്ഷമെല്ലാം വെട്ടിയെരിയും ചൂളയിൽ. ആത്മാവിന്റെ ഫലങ്ങളാലെ നാം നിറഞ്ഞിടേണം. ഓക്കെ. അപ്പൊ കൂട്ടുകാരെ, ഡാൻസ് പഠിച്ചു, പാട്ട് പഠിച്ചു. എന്നാ ഈശോയെ നമുക്ക് സ്നേഹിച്ചാലോ? ആർ യു റെഡി? എന്നാ ചാടി എഴുന്നേറ്റ് നമ്മള് സിയോൻ ചേട്ടായി നല്ല ഋതൊക്കെ ഇട്ട് തരും. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ഈശോയിന്ന് കളിക്കാനും സ്നേഹിക്കാനും പോവാണ്. ഓക്കെ. കൈകളടിച്ച് ആടിപ്പാടി ചിരിയൊക്കെ വരട്ടെ, സന്തോഷം വരട്ടെ.
യേശുവിന്റെ തോട്ടത്തിലെ മരങ്ങളല്ലോ നമ്മൾ, മരങ്ങളല്ലോ നമ്മൾ. യേശു വന്ന് നോക്കിയിടുമ്പോൾ ഫലങ്ങൾ നൽകിടേണം, ഫലങ്ങൾ. യേശുവിന്റെ തോട്ടത്തിലെ, യേശുവിന്റെ തോട്ടത്തിലെ ചെയ്തേ കൈയൊക്കെ നന്നായിട്ട് ഷേക്കാവിടെ. യേശു വന്ന് നോക്കിയിടുമ്പോൾ ഫലങ്ങൾ നൽകിടേണം, ഫലങ്ങൾ നൽകിടേണം. ഫലങ്ങളില്ല വൃക്ഷമെല്ലാം, ഫലങ്ങളില്ല വൃക്ഷമെല്ലാം. അടുത്ത വരി, ഫലങ്ങളില്ല വൃക്ഷമെല്ലാം വെട്ടിയെരിയും ചൂളയും. പഠിക്കേ, ഫലങ്ങളില്ല. ആത്മാവിന്റെ ഫലങ്ങളാലെ നാം നിറഞ്ഞിടേണം, ആത്മാവിന്റെ ഫലം. കൈ ഇങ്ങനെ വെച്ച ലാലല്ല, യേശുവിന്റെ തോട്ടത്തിലെ, യേശുവിന്റെ മരങ്ങൾ. യേശു വന്ന് നോക്കിടുമ്പോൾ, യേശു വന്ന് ഫലങ്ങൾ നൽകിടേണം, ഫലങ്ങൾ. യേശുവിന്റെ തോട്ടത്തിലെ, യേശുവിന്റെ മരങ്ങൾ. കൈകൾ ഷേക്കയുടെ മരങ്ങളല്ലോ. യേശു വന്ന് നോക്കിടുമ്പോൾ, യേശു വന്ന് ഫലങ്ങൾ, ഫലങ്ങൾ നൽകിടേണം. അപ്പോ ഈശോയുടെ കൂട്ടുകാരെ, നമ്മൾ ഈശോയെ ഫസ്റ്റ് സെഗ്മെന്റിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ സ്നേഹിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്വർഗത്തിലെ അടുത്തൊരു രസക്കാഴ്ചയാണ്, രണ്ടാമത്തെ ഒരു സ്വർഗ കാഴ്ചയാണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. സ്വർഗത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിൽ, യെസ്, ഗുഡ്. സ്വർഗത്തിലെ ഭക്ഷണം എന്താണ്? ഇന്ന് വചനം നമ്മൾ ഭക്ഷിക്കാൻ പോവാണ്. ആർ യു റെഡി? ഇന്ന് നമുക്ക് വചനം പങ്കുവെക്കാൻ വരുന്നത് ഈ സ്വർഗത്തില് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജോബി ജോണൽ അങ്കിളാണ്. അങ്കിള് കോർപ്പറേറ്റ് ഇന്റർനാഷണൽ ട്രെയിനർ ആൻഡ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വചനം പറയാനും മോട്ടിവേഷൻ കൊടുക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്കിളിനെ സ്വാഗതം ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്ക് അങ്കിളിന് ഒരു വെറൈറ്റി ക്ലാപ്പ് കൊടുക്കാം. ഇന്ന് കൊടുക്കുന്ന ക്ലാപ്പാണ് പീകോക്ക് ക്ലാപ്പ്. എന്താണ്? പീകോക്ക് ക്ലാപ്പ്. ഓക്കെ, ചേട്ടായി കാണിച്ചു തരാം, നോക്കിയേ. എന്താണ് ക്ലാപ്പ്? റെഡി, സ്റ്റാർട്ട്. കൈ, ചില ആൾക്കാരുടെ കൈയൊന്നും വർക്ക് ചെയ്യില്ല, ഇങ്ങനെയൊക്കെ നിൽക്കണേ. നല്ല കൈയൊക്കെ വർക്ക് ചെയ്യട്ടെ. ഓക്കെ, അതാ ചാടി എഴുന്നേറ്റ് നമുക്ക് ജോബി ജോൺ അങ്കിളെ സ്വാഗതം ചെയ്യാൻ പോവാണ്. ഈ നമ്മൾ പീകോക്ക് ക്ലാപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ചെയ്യണം. ആർ യു റെഡി? യെസ്. പീകോക്ക് ക്ലാപ്പ്, ഗോ. സ്വർഗത്തിലെ മാലാകുട്ടികളെ, സുഖമാണോ? സുഖമാണ്. സന്തോഷമാണോ? സന്തോഷമാണ്. നിങ്ങളും ചിരിച്ചേ. ഓ, ശരിക്കും മാലാഖമാരുടെ കൂടെ നിൽക്കുന്ന ഫീലാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ശാന്തമായിട്ട് നിരുന്നേ. അപ്പം അങ്കിൾ ഇന്നൊരു വചനം പറഞ്ഞ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. 1 പത്രോസ് 5:7 പറഞ്ഞേ. 1 പത്രോസ് 5:7. വചനം ഇതാണ്: നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. ഏതാണ് വചനം? നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. ഓക്കെ, അപ്പോൾ പണ്ട് ഒരു നാട്ടില് ഗിൽബർട്ട് എന്ന് പറയുന്ന ഒരു കൊച്ചു മിടുക്കൻ ഉണ്ടായിരുന്നു. പേരെന്താണ്? ഗിൽബർട്ട്. അപ്പോൾ ഗിൽബർട്ട് ഒരു ദിവസം സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു, നമുക്കിന്നൊരു കാറോട്ട മത്സരം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് മത്സരമാണ്? കാറോട്ട മത്സരം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ കുറേ മെറ്റീരിയൽസ് തരാം, കുറേ കാറിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ തരാം. ഒറിജിനൽ കാറല്ല കേട്ടോ, മോഡൽ കാറാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു കാർ ഉണ്ടാക്കണം. കാർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ കുറേ കാറുകൾ നിരത്തി വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ വിസിൽ ചെയ്യുമ്പോൾ തള്ളി വിടണം കാറ്. അപ്പോൾ ഫസ്റ്റ് എത്തുന്ന കാറ് അയാൾക്കായിരിക്കും ഏറ്റവും അധികം പ്രൈസ് കിട്ടുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഗിൽബർട്ട് ഇതുപോലെ തന്നെ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, കാറോട്ടമാണ്, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഓക്കെ മോനെ, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഗിൽബർട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചു.
അങ്ങനെ ഗിൽബർട്ടും അമ്മയും കൂടെ ഈ കൊച്ചു കാറിൻ്റെ മോഡൽ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാക്കി അവർ സ്കൂളിൽ വന്നു. സ്കൂളിൽ വന്നപ്പോൾ കുറേ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോഴും ഗിൽബർട്ട് എന്ത് ചെയ്തതെന്നറിയോ? ഗിൽബർട്ട് ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചിട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. കോമ്പറ്റീഷൻ എങ്ങനെയായിരുന്നു? ആദ്യം ക്വാർട്ടർ ഫൈനൽസ്, പിന്നെ സെമി ഫൈനൽ, പിന്നെ ഫൈനൽ. ഇങ്ങനെ 3 ഘട്ടത്തിലായിരുന്നു കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ നിരന്ന് നിന്നു. അവരുണ്ടാക്കിയ കാറുകൾ ഇങ്ങനെ നിരത്തി വെച്ചു, തള്ളിവിടും. ഓക്കെ, തള്ളിവിടുന്നതിന് മുൻപായിട്ട് ഗിൽബർട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഗിൽബർട്ട് മുകളിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയോ? ഗിൽബർട്ട് ക്വാർട്ടർ ഫൈനൽ വിൻ ചെയ്തു, സെമി ഫൈനൽ വിൻ ചെയ്തു. അങ്ങനെ ഫൈനൽ മത്സരത്തിൻ്റെ സമയമായി. അപ്പം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ഗിൽബർട്ടിനെ. ഗിൽബർട്ട് മുട്ടുമടക്കി വീണ്ടും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് ഗിൽബർട്ട് വണ്ടിയെടുത്തു, തള്ളിവിട്ടു. എന്ത് സംഭവിച്ചു? ഗിൽബർട്ട് ആ കോമ്പറ്റീഷൻ വിൻ ചെയ്തു. അവനിങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി നിൽക്കുകയാണ്. എല്ലാവരും അവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൺഗ്രാജുലേഷനൊക്കെ കൊടുത്തു. അപ്പോൾ അവനെ പഠിപ്പിച്ച ടീച്ചർ വന്നിട്ട് അവനോട് ചോദിച്ചു, ഗിൽബർട്ടെ, നീ എന്താ പ്രാർത്ഥിച്ചത്? നീ എന്താണ് പ്രാർത്ഥിച്ചത്? നീ ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗിൽബർട്ട് പറഞ്ഞ ഒരു ഉത്തരമുണ്ടായിരുന്നു. എന്താണെന്നറിയോ ഉത്തരം? ടീച്ചറെ, അല്ല, ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്. ഇൻ കേസ് ഈ മത്സരത്തിൽ ഞാൻ തോൽക്കുകയാണെന്ന് വിചാരിക്കുക, തോൽക്കുകയാണെങ്കിൽ ഞാൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. എന്നാണ് ഗിൽബർട്ട് പറഞ്ഞത്. ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പ്രാർത്ഥിച്ചത്, ഇൻ കേസ് ഈ മത്സരത്തിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ ആ തോൽവിയെ സമചിത്തതയോട് കൂടിയിട്ട് അതിജീവിക്കാൻ വേണ്ടിയിട്ട്, കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. മക്കളെ, നമ്മളെല്ലാവരും എക്സാമിന് വേണ്ടിയൊക്കെ ഒരുങ്ങുന്ന സമയമാണ് അല്ലേ? നമ്മൾ എക്സാമിന് വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും, ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്യും, കഷ്ടപ്പെടും, ബുദ്ധിമുട്ടും. എന്ത് സംഭവിക്കും? ചിലപ്പോൾ എക്സാമിന് ജയിക്കും, ചിലപ്പോൾ എക്സാമിന് തോൽക്കും. ജയിച്ചാലും തോറ്റാലും ഏത് സിറ്റുവേഷൻ ആയി കഴിഞ്ഞാലും എന്ത് സംഭവിക്കേണ്ടത്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ സമചിത്തതയോടെ ഉണർന്നിരുന്നു കൊണ്ട് വീണ്ടും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പഠിക്കണം. നമ്മൾ ജയിക്കുന്ന സമയത്ത് കൂടുതൽ സന്തോഷിക്കാനും തോൽക്കുന്ന സമയത്ത് കൂടുതൽ കരയാനും നമ്മൾ ഇരിക്കരുത്. 2 സിറ്റുവേഷനിലും ഒരുപോലെ നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പരീക്ഷകളൊക്കെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് എഴുതണം. എന്നിട്ട് ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മൾ വെച്ചുകൊടുത്ത് ദൈവത്തോടൊപ്പം നമ്മൾ എക്സാം എഴുതണം. അപ്പം എന്ത് സംഭവിക്കും? ജയിക്കാം, തോൽക്കാം, എന്തും ആയിക്കോട്ടെ, എന്താണെങ്കിലും ദൈവം തന്ന കൃപയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ മനസ്സിലായ വചനം ഏതാണെന്ന്? ഗിൽബർട്ട് പറഞ്ഞ് എന്തായിരുന്നു? ഇൻ കേസ് ഞാൻ തോൽക്കുകയാണെങ്കിൽ കരയാതിരിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയോ, കത്തി നിൽക്കുന്ന ബൾബുകൾ ഇതൊക്കെ കണ്ടുപിടിച്ചത് ആരാണ് കണ്ടുപിടിച്ചത്? എഡിസനാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ എഡിസൺ 999 തവണ 999 ടൈംസ് എന്ത് ചെയ്തു? തോറ്റുപോയപ്പോഴും എഡിസൺ ഒരിക്കലും സമചിത്തത കൈവിട്ടില്ല. ഓരോ പ്രാവശ്യം തോൽക്കുമ്പോഴും എഡിസൺ ചെയ്യുന്നത് എന്താണെന്നറിയോ? അടുത്ത പ്രാവശ്യം ഞാൻ വിജയിക്കുമെന്ന പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും 1000ാം തവണ 1000th ടൈം എന്ത് സംഭവിച്ചു? എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും വിജയങ്ങളുണ്ടാവാം, പരാജയങ്ങളുണ്ടാവാം. എക്സാം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്ത് എഴുതുക. ജയിച്ചാലും തോറ്റാലും അത് സമചിത്തതയോടെ നേരിട്ടുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോവുക. അപ്പം നമ്മൾ എവിടെ വിജയിക്കും? ജീവിതത്തിൽ വിജയിക്കും. സ്വർഗത്തിലെ മാലാഖമാരെ വചനം ഭക്ഷിച്ചോ? അപ്പൊ നമ്മളെന്നാ സ്വർഗത്തിലെ അടുത്ത രസകാഴ്ചയിലേക്ക് പോകാം അല്ലേ? ആർ യു റെഡി? ഒരു എനർജി വരട്ടെ. ആർ യു റെഡി? ഓക്കെ. ഈ സ്വർഗത്തിലെ 3ാമത്തെ സ്വർഗ കാഴ്ചയാണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ്? വിശുദ്ധരെ പരിചയപ്പെടാം. അപ്പൊ ഇന്ന് ഈ സ്വർഗത്തിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ വിശുദ്ധരെ പരിചയപ്പെടുത്താനും വചനം പറയാനും ആരൊക്കെയാ വരുന്നത്? ഒരുങ്ങിയിട്ടുള്ളത് ആരൊക്കെയാണ്? യെസ്, ഈ മക്കൾക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തേ. വാ.
നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, ആ മോളുടെ പേര് പറയൂ. എൻ്റെ പേര് നേഹ മരിയ ടീച്ചർ. നേഹ മരിയ ടീച്ചോ. ഓക്കെ, നേഹ ഇന്ന് ഏത് വിഷയത്തിനെ കുറിച്ചാണോ? വിശുദ്ധ എമിലി. വിശുദ്ധ എമിലിയെ കുറിച്ചാണ് ഇന്ന് നമ്മളോട് പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ നമുക്ക് നേഹയുടെ വാക്കുകൾ കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ എമിലി 1797 സെപ്റ്റംബർ 15 ഫ്രാൻസിൽ ജനിച്ചു. തൻ്റെ 15-ാം വയസ്സിൽ മാതാവ് നിദ്രയായി. അമ്മയുടെ മരണത്തിന് ശേഷം സ്വന്തം പിതാവിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് തൻ്റെ ജീവിതം കുട്ടികൾക്കും പാവപ്പെട്ടവരുടെയും സംരക്ഷണത്തിനായി മാറ്റിവെക്കാൻ വിശുദ്ധ എമിലി തീരുമാനിച്ചു. 1732 തൻ്റെ മാതാവിൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം കിട്ടിയ സ്വത്തിൻ്റെ പാതി ഉപയോഗിച്ച് ഗലിയാക്കിൽ ഒരു വലിയ വീട് വാങ്ങി. തൻ്റെ ആധ്യാത്മിക ഉപദേഷ്ടാവായ മെതുശേലിൻ്റെ പൂർണ്ണ പിന്തുണ നൽകി. അൽബേലിയയിലെ മെത്രാപോലിത്തായുടെ പൂർണ്ണ അനുവാദത്തോടുകൂടി സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് ഓഫ് ദ അപ്പാരിഷ് എന്ന സന്യാസ സമൂഹത്തിന് രൂപം നൽകി. പലവിധത്തിലുള്ള വിമർശനങ്ങളെയും എതിർപ്പുകളെയും അതിജീവിച്ച് ഈ സന്യാസ സമൂഹം പാവങ്ങൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസ അവസരം കിട്ടാതിരുന്ന കുട്ടികൾക്കും അഭയസ്ഥാനമായി. 1856 ആഗസ്റ്റ് 24 ഇഹലോകവാസം എടിഞ്ഞ എമിലി 1951 വിശുദ്ധരുടെ പട്ടികയിൽ സ്ഥാനം ചെയ്യപ്പെട്ടു. സഭ ജനുവരി 18 വിശുദ്ധ എമിലിയുടെ തിരുനാളായി ആഘോഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഈ വിശുദ്ധ എമിലിയുടെ ജീവിതം ആസ്പദമാക്കിയിട്ട് മോൻ്റെ പേര് പറഞ്ഞേ. ഐസക് ജോസജി. ഐസക്ക് ഒരു വചനം പറയാൻ പോവാണ്, കേൾക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധ എമിലിയെ കുറിച്ച് നമ്മളിപ്പോൾ കേട്ടല്ലോ. വിശുദ്ധയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഞാനൊരു വചനം പറയാം. പാവങ്ങളെ പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അത് തന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. ഗലാത്യർ 2:10. നമുക്കും ഈ വിശുദ്ധയെ പോലെ വിശുദ്ധിയിൽ വളരാൻ പരിശ്രമിക്കാം. നന്ദി. അപ്പോൾ ഇന്ന് വിശുദ്ധയെക്കുറിച്ച് ഈ സ്വർഗത്തിൽ പറയുകയും വചനം പങ്കുവയ്ക്കുകയും ചെയ്ത ഈ രണ്ട് കൂട്ടുകാർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. ഈശോയുടെ കൂട്ടുകാരെ, അപ്പോ ഈ സ്വർഗത്തിലെ അടുത്ത ഒരു സ്വർഗ കാഴ്ചയാണ് താലന്ത് വർദ്ധിപ്പിക്കാം. എന്താണ്? താലന്ത് വർദ്ധിപ്പിക്കാം. ഈ സ്വർഗത്തിൽ കുറേ കുട്ടികൾ വന്ന് അവരുടെ കഴിവൊക്കെ ഈശോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുടെ താലന്ത് ഈശോയ്ക്ക് കൊടുക്കണം. ആരാ ഇന്ന് അതിനു വേണ്ടി റെഡി ആയിട്ട് വന്നിരിക്കുന്നത്? ഈശോയ്ക്ക് വേണ്ടി താലന്ത് കൊടുക്കാൻ റെഡി ആരൊക്കെയാ? ഓക്കെ, ഇവർക്കൊരു കൈയ്യടി കൊടുത്തേ. അപ്പം ഇന്ന് ഈശോയ്ക്ക് വേണ്ടി താലന്ത് കൊടുക്കാൻ വന്നിട്ടുള്ള ഈ കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഓക്കെ, മോളുടെ പേര് പറയാമോ? അലേഖ. അടുത്ത ആളുടെ പേര് പറയാമോ? ജിസ്മരിയ. അടുത്ത ആള്? ജുവൽ മരിയ. ആഞ്ചലീന. അപ്പൊ ഇന്ന് നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്ത് താലന്താ കൊടുക്കാൻ പോകുന്നത്? ഒരു സോങ് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇവരുടെ സോങ് നമുക്കൊന്ന് ആസ്വദിച്ചാലോ? പുണ്യമേ ദിവ്യകാരുണ്യമേ മണ്ണിലെ ചെറുജീവനിൽ വെണ്ണിലാവു നീ. ഈശോ നീ എൻ നെഞ്ചിൽ വന്നു ചേരും നേരം ഈ കുഞ്ഞു ജന്മമെന്നും നിന്റേതായി. അങ്ങേ സ്പർശം മതിയൻ സൗഖ്യം പൂർണ്ണമാകും. ഇനി എന്നുമെന്നും നിന്റെ മാത്രം ഞാൻ. വിണ്ണിലെ നറുപുണ്യമേ ദിവ്യകാരുണ്യമേ മണ്ണിലെ ചെറുജീവനിൽ വെണ്ണിലാവു നീ. ഈശോ നീ എൻ നെഞ്ചിൽ വന്നു ചേരും നേരം ഈ കുഞ്ഞു ജന്മമെന്നും നിന്റേതായി. അപ്പോൾ ഈ കൂട്ടുകാരെ, സ്വർഗത്തിലെ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടെ ഈശോടത്ത് കളിക്കാം. ആർ യു റെഡി? അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്, നമ്മളൊന്ന് പാടി ഒന്നുകൂടെ ഒന്ന് തുള്ളിച്ചാടി ഈശോടത്ത് കളിക്കാൻ പോവാണ്. ആർ യു റെഡി? അതൊന്ന് പാടിക്കേ.
ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെപ്പോൾ തുള്ളിച്ചാടി രസിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളിച്ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഓക്കെ, പാട്ട് നമ്മൾ സിമ്പിൾ സ്റ്റെപ്പാണ്. ഓക്കെ, ഈശോയോടൊത്തു കളിക്കാലോ ചെയ്തേ, ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെപ്പോൾ ചെയ്തേ ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളിച്ചാടി രസിക്കാലോ, തുള്ളിച്ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഓക്കെ, ഇത് ചാടി എഴുന്നേറ്റ് നല്ല ഉഷാറായിട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സിനു ചേട്ടാ നല്ല റിസൾട്ട് തയ്യോ, ഞങ്ങൾ പൊളിക്കാൻ പോവാണ്. നല്ല എനർജിയിൽ വേണം, മാലാഖമാരൊക്കെ അതിശയിക്കണം. റെഡി, കൈ കടിച്ചോ. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെപ്പോൾ തുള്ളിച്ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാര ചെയ്ത് ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളിച്ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. വെരി ഗുഡ്, ഇരിക്കും. അപ്പോൾ ഈ സ്വർഗത്തില് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 5ാമത്തെ സെഗ്മെന്റ് ആണ് നല്ല ശീലം പഠിക്കാം. എന്താണ്? നല്ല ശീലം പഠിക്കാം. അപ്പൊ നല്ല ശീലങ്ങളാണ് നമ്മളെ നല്ലവരാക്കുക, ആണോ അല്ലയോ? പറ. അതെ. നിങ്ങൾക്ക് നല്ല ശീലം ഉണ്ടെങ്കിൽ എല്ലാവരും പറയില്ലേ നല്ല കുട്ടി എന്ന് പറയില്ലേ? അതേപോലെ നിങ്ങൾക്ക് മോശ ശീലങ്ങളാണോ, ബാഡ് ഹാബിറ്റ് ആണെങ്കിലോ അപ്പൊ നല്ല കുട്ടി എന്ന് പറയാം ആരെങ്കിലും? ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് വേറെ പേരുകളൊക്കെ വരും. അപ്പൊ നല്ല ശീലങ്ങളാണ് ഒരു നല്ല പേഴ്സണാലിറ്റി ഉണ്ടാകണം. അപ്പൊ ഇന്ന് ഈ സ്വർഗത്തില് നമ്മളൊരു ശീലം പഠിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് എക്സാമിനൊക്കെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് പഠിക്കുന്ന ശീലമാണ് ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുന്നവരാകണം. എന്ത് ചെയ്യണം? ലക്ഷ്യത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നവരാകണം. നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടോ? ലക്ഷ്യങ്ങളുള്ളവരൊക്കെ കൈ ഉയർത്തിക്ക്. എന്തെങ്കിലും ലക്ഷ്യമുണ്ട്? ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. അപ്പോൾ നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട് ലൈഫിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ലക്ഷ്യം ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണണം. ഇപ്പോൾ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന കാര്യം എന്താണ്? രാവിലെ നിങ്ങൾ ഉറക്കം തീർന്ന് എണീക്കുന്ന സമയമുണ്ടല്ലോ. എത്ര മണിക്ക് എണീക്കുക? 10 മണിക്ക്? 6 മണി? 8 മണി? 7:30? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ എണീക്കുന്നതിന് സമയം ഉണ്ടല്ലോ. എന്തായാലും സ്കൂളിൽ പോകണമല്ലോ. എന്തായാലും 8 മണിക്ക് മുമ്പ് എന്തായാലും എണീക്കും ഇല്ലേ? അപ്പോൾ എണീറ്റ് കഴിയുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? എണീറ്റ് ഉടനെ കുരിശ് വരയ്ക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ കുരിശ് വരച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമുണ്ടോ ആ ലക്ഷ്യത്തെക്കുറിച്ച് ഇങ്ങനെ നിങ്ങളൊന്ന് ഒരു മിനിറ്റ് ഉള്ളിൽ സമയമെടുത്തിട്ട് ഒരു 50 സെക്കൻഡ് അല്ലെങ്കിൽ അല്ലേ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കർത്താവിൽ നിദ്ര പ്രാപിക്കും അല്ലേ? വീണ്ടും ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അധികം സമയം എടുക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തെ സ്വപ്നം കാണണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ഡോക്ടർ ആവണം. അങ്ങനെ ആരെങ്കിലും ലക്ഷ്യമുണ്ടോ ഇവിടെ? ജുവൽ മരിക്ക് ഡോക്ടർ ആവണം എന്ന ലക്ഷ്യം അല്ലേ? ജുവൽ മരിയ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ്, എല്ലാവരും എക്സാമ്പിൾ പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ് ജുവൽ മരിയയുടെ പറയുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുരിശ് വരച്ച് കഴിഞ്ഞു. ജുവൽ മരിയ ഡോക്ടറായിട്ട് ഒരാളെ കൺസൾട്ട് ചെയ്യുന്നു, ആളെ പരിശോധിച്ച് മരുന്നൊക്കെ എഴുതി കൊടുക്കുന്നത്. സ്വപ്നം കാണണം, ഇങ്ങനെയൊന്ന് പെട്ടെന്ന് പിക്ചറൈസ് ചെയ്ത് കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേക്കണം കിടക്കപ്പായിൽ നിന്ന് അല്ലെങ്കിൽ ബെഡിൽ നിന്ന്. എണീറ്റ് കഴിയുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. കാരണം പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കാരണം നമ്മൾ തന്നെ ആ സ്വപ്ന സാക്ഷാത്കാരം ലക്ഷ്യം പൂർത്തീകരിച്ചായിട്ട് സ്വപ്നം കാണണേ. അത് കഴിഞ്ഞ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വേഗം കാര്യമായിട്ട് നടക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നോ, ഒരു സ്വപ്നവും ഇല്ല, ലക്ഷ്യമില്ലാത്ത കുട്ടികൾ എഴുന്നേറ്റ് ഉടനെ മമ്മി എവിടെ നിന്ന് പറയും, അടുക്കളയിൽ നിന്നും മോനെ എണീക്കടാ കുറേ പ്രാവശ്യം പറഞ്ഞാലേ എനിക്കുള്ളൂ. അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാലോ ബ്രഷ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം പോയിട്ട് ബ്രഷ് എടുത്തിട്ട് വരും. ബ്രഷും ടങ് ക്ലീനർ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഒരു കാര്യം എടുത്തിട്ടില്ല. എന്താ എടുത്തിട്ടില്ലാത്തത്?
ആ പേസ്റ്റ് എടുത്തിട്ടില്ല. അപ്പോൾ വീണ്ടും പോയി അതെടുക്കും. അങ്ങനെ 4-5 ചുവട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് വോയിസ് ഓവർ വരും അമ്മയുടെ. അമ്മ നീ എന്തടി നിലാവത്ത് കോഴിനഴിച്ചിട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ അല്ലേ? കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്വർഗത്തിൽ പഠിക്കുന്ന ശീലം, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് രാവിലെ തന്നെ സ്വപ്നം കാണണം. കുരിശുവരെ കഴിഞ്ഞ ഉടനെ സ്വപ്നം കണ്ടിട്ടേ എണീക്കാവൂ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യം ചെയ്യാനൊരു എനർജി ഫീൽ ചെയ്യും. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം, ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ഫ്രീ ആവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു, ബെഡിൽ പോയിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ കിടന്നുറങ്ങും അല്ലേ, അടുക്കള പോയിട്ട് മമ്മയുടെ അടുത്ത് പോയിട്ട് വീണ്ടും നിന്നുറങ്ങും, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നിൽക്കും. അപ്പോൾ ഇന്നത്തെ ശീലം എന്താണ് പറയൂ? ലക്ഷ്യത്തെക്കുറിച്ച് സ്വപ്നം കാണണം. പ്രിയ കൂട്ടുകാരെ, ഞങ്ങളുടെ ചങ്ക് പ്രേക്ഷകരായിട്ടുള്ള കൂട്ടുകാരെ, നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ആ ലക്ഷ്യത്തെ രാവിലെ എഴുന്നേറ്റ ഉടനെ കുരിശുവര കഴിഞ്ഞ ഉടനെ നിങ്ങൾ അധിക സമയമെടുക്കാതെ നിങ്ങൾ ആ ലക്ഷ്യം പൂർത്തീകരിച്ചതായിട്ട് സ്വപ്നം കാണണം. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എനർജി ലെവൽ കൂടും. ആർ യു റെഡി? അപ്പം നമുക്കൊന്ന് നേരെ ഇരുന്ന് ഈ സ്വർഗത്തിൽ 4-5 സെഗ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. കണ്ണടച്ച് കൈകൾ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൂപ്പിപ്പിടിച്ച് ചേട്ടൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഉറക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ. സ്വർഗം ഒന്ന് മുഴങ്ങട്ടെ, മാലാഖമാര് ഞെട്ടട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കും: ഈശോയെ ഈ സ്വർഗത്തിൽ ഈശോയെ സ്നേഹിക്കുവാൻ, ഈശോയോടൊത്ത് കളിക്കാൻ, മാലാഖയെ പോലെ സ്തുതി പാടുവാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. നല്ല ശീലത്തിൽ ഞങ്ങളെ വളർത്തണമേ. മാലാഖമാരായി നന്മയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി. കണ്ണു തുറന്നേ. ഇവിടെ നിങ്ങൾക്കൊരു സസ്പെൻസ് വെച്ചിട്ടുണ്ട്. എല്ലാ എപ്പിസോഡിലും ഒരു മാലാഖേനെ ഇവിടെ സെലക്ട് ചെയ്തെടുക്കാറുണ്ട്. ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ്. ആരാണ് ഈ എപ്പിസോഡിൽ ഏഞ്ചലായിട്ട് സെലക്ട് ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയില്ല. നിങ്ങളുടെ എല്ലാവരുടെ പേര് ഇവിടെ ഈ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഒരാളെ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, വാ. ഈ മോള് ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഒരു ക്ലാപ്പ് കൊടുത്തേ. ആരാണ് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ്? യെസ്, ഓപ്പൺ. ഏഞ്ചൽ റോസ് ഷിബു. ഏഞ്ചൽ റോസ് ഷിബു ആരാ? ഏഞ്ചൽ റോസിന് കൈഡി കൊടുത്തേ. അപ്പോൾ ഈ എപ്പിസോഡിൽ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏഞ്ചലിന് തന്നെയാണ്. ഒരു കൈഡി കൊടുക്കാമോ? ഓക്കെ. അപ്പോൾ ഏഞ്ചൽ തന്നിട്ട് ഈ ചോക്ലേറ്റ് എടുത്ത് പെട്ടെന്ന് എല്ലാവരും കൊടുക്കണം കേട്ടോ. ഒരു ഏഞ്ചലിനൊക്കെ സെലക്ട് ചെയ്തു, ചോക്ലേറ്റ് ഒക്കെ കിട്ടി. അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ആർ യു റെഡി? പ്രിയ പ്രേക്ഷകരെ, മാലാഖക്കൂട്ടം.com കൊച്ചു കൂട്ടുകാരുടെ ഈ സ്വർഗ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഇനിയും സ്വർഗ കാഴ്ചകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇന്ന് നിങ്ങളെ രസിപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കൊച്ചു കൂട്ടുകാരെയും പ്രത്യേകം ഓർക്കുകയാണ്. ഇവരുടെ കഴിവും ശക്തിയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളെ കണ്ടതിന്, ഞങ്ങളെ ആസ്വദിച്ചതിന്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാ പ്രേക്ഷകർക്കും ഒരു ബിഗ് ക്ലാപ്പ്. കൈ കൊടുത്തേ. അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ചങ്ക് കൂട്ടുകാർക്കും ഒരു ടാറ്റ ബൈ ബൈ കൊടുത്ത് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്ത മക്കളെ. ഓക്കെ, ടാറ്റ ടാറ്റ ബൈ ബൈ.